മുലപ്പാലിനെ തരംതിരിക്കാൻ സാധിക്കുമോ? സാധിക്കും. ആദ്യമായിട്ട് വരുന്ന മുലപ്പാലിനെ നമ്മൾ കൊളോസ്ട്രം എന്നാണ് പറയുന്നത്. മഞ്ഞപ്പാല് നല്ല കൊഴുത്ത ദ്രാവകമായിട്ടിരിക്കുന്നു. അതിനാണ് നമ്മൾ നാച്ചുറൽ വാക്സിൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഒരു കുഞ്ഞിന് വേണ്ട എല്ലാ ഘടകങ്ങളും അതിൻ്റെ അകത്തുണ്ട്. പിന്നീട് വരുന്നത് നമ്മൾ ഫോർ മിൽക്ക് എന്നും ഹൈൻ മിൽക്കും എന്നും പറയുന്നു. ഫോർ മിൽക്ക് എന്ന് പറയുന്ന ആദ്യം വരുന്ന വെള്ള രൂപത്തിലായത് നമ്മുടെ ജസ്റ്റ് കുറച്ച് കട്ടി കുറവുള്ള പാല്. ഇത് കുടിക്കുമ്പോൾ കുഞ്ഞിന്റെ ആ ഒരു വിശപ്പിന് നമ്മൾ ആ ഒരു ദാഹം അങ്ങ് ശമിക്കുന്നു. പക്ഷെ കുഞ്ഞിന്റെ വെയിറ്റ് ഗെയിനിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹൈൻ മിൽക്കിലാണ് ഉള്ളത്. സോ ഫോർ മിൽക്കും ഹൈൻ മിൽക്കും കുഞ്ഞിന് കിട്ടിയാലാണ് കുഞ്ഞിന് അത് ഗുണകരമാകുകയുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ബ്രസ്റ്റ് ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും കുഞ്ഞ് കുടിക്കണം എന്നാണ് നമ്മുടെ തിയറി പറയുന്നത്. പക്ഷേ ഐഡിയലി സ്പീക്കിംഗ് കുഞ്ഞിന്റെ കംഫർട്ടബിൾ അനുസരിച്ചായിരിക്കും കുടിക്കുക. പല അമ്മമാരുടെയും പരാതി എന്താണ്? ഇനീഷ്യൽ ഡേയ്സിൽ കൊച്ചു കുറേ സമയം കുടിച്ചുകൊണ്ടിരുന്നു, ഇപ്പൊ കുഞ്ഞ് വേഗം അങ്ങ് കുടിച്ചു നിർത്തുകയാണ്. ആദ്യഘട്ടത്തിൽ കുഞ്ഞിന് എങ്ങനെയാണ് കുടിക്കേണ്ടതെന്നൊക്കെ അറിയില്ലാത്തത് കൊണ്ട് കൊച്ചു കുറെ സമയമൊക്കെ എടുത്ത് കുടിക്കുന്നു. പിന്നെ കുഞ്ഞ് ടെക്നിക്ക് പഠിച്ചു കഴിയുമ്പോൾ കുഞ്ഞ് വേഗം ചിലപ്പോൾ നിർത്തുന്നതായിരിക്കും. പക്ഷെ കുഞ്ഞ് കംഫർട്ടബിൾ ആണ്, ആഞ്ഞു വലിച്ച് കുടിക്കുന്നുണ്ട്, കുഞ്ഞിന്റെ വിശപ്പ് മാറി, കുഞ്ഞിന് എക്സസീവ് കരച്ചിലില്ല, മൂത്രം പോകുന്നു, വെയിറ്റ് കൂടുന്നു, കുഞ്ഞ് ആക്റ്റീവാണ്, കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യകത ഉണ്ടോ? ധാരണകൾ കളഞ്ഞ് നമുക്ക് എന്താണ് കാര്യമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകുലതപ്പെടേണ്ട ആവശ്യകത ഇല്ല. ഒരുപാട് മിഥ്യാധാരണകൾ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചുണ്ട്. അപ്പം ഇതെല്ലാവർക്കും സഹായകരമാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്